കോമ്പസ് മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്കായി മോർണിംഗ് ഡിവോഷൻ നിത്യജീവ മൊഴികൾ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് പകൽ നിങ്ങൾ ഇത്ര അധികം നിരാശപ്പെടുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയായിരുന്നാലും, എത്ര വലുതായിരുന്നാലും, എത്ര അസാധ്യമെന്ന് ലോകം പറയുന്നതാണെങ്കിലും, ഇന്ന് പകൽ കേട്ടുകൊള്ളുക, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ വചനത്തിന് കഴിയും. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിൻ്റെ ശരീരത്തെ ജീവനുള്ള ഒരു ദേഹിയായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിച്ചെങ്കിൽ, അസ്ഥി താഴ്വരയുടെ നടുവിൽ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ വിഷയം അത് എത്ര വലുതായിരുന്നാലും, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വിഷയം അതെത്ര പഴകിയതാണെങ്കിലും, ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിയും, നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. വാടിയ മുഖം ഇന്ന് പകൽ ചൈതന്യം പ്രാപിക്കാൻ പോവുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുക്കാമോ? യേശു പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് അല്ലെങ്കിൽ മകളോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ ഭക്തിയോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച ഒരു ഭക്തനായിരുന്നു ആസാഫ്. താൻ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വന്നു. താൻ ഒരിക്കൽ പുറത്തേക്ക് നോക്കി ദൈവമില്ലാത്ത മനുഷ്യരെ കണ്ടു, അഭക്തരായ മനുഷ്യരെ കണ്ടു. അവർക്ക് ഒരു കുഴപ്പവുമില്ല, അവർക്ക് കഷ്ടതയില്ല, അവർ സുഖത്തോടെ വസിക്കുന്നത് അവൻ കണ്ടു. അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? അങ്ങനെ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ കരം അവനെ മുറുകെ പിടിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ അവൻ ശക്തിപ്പെട്ടു. അത് കണ്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ജീവൻ പ്രാപിച്ചു. അവൻ്റെ നിരാശകൾ മാറി, അവൻ്റെ വേദനകൾ മാറി, അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിരാശകൾ ഇന്ന് പകൽ മാറുകയാണ്, നിങ്ങളുടെ വേദനകൾ മാറുകയാണ്. നിങ്ങളുടെ മുഖം ഇപ്പോൾ വാടിയിരിക്കുന്നു, എന്നാൽ ഇപ്പോൾ ആ മുഖം പ്രകാശിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്. വാടിയ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന വചനം. നിങ്ങൾ ഈ വചനത്തെ ഏറ്റെടുക്കണം. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്നാണ് ദൈവത്തിൻ്റെ പേര്. അവൻ ഒരു നാളും നിങ്ങളെ കൈവിട്ട് കളയില്ല. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് ലോകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. മാറ്റമില്ലാത്ത വചനം പറയുന്നു, ആരൊക്കെ കൈവിട്ടാലും അവൻ കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിരാശകൾ മാറാൻ, നിങ്ങളുടെ ഭാരങ്ങൾ ഒഴിയാൻ
നിങ്ങൾ വചനത്തിലേക്ക് തിരിയുക. ജീവിപ്പിക്കുന്ന വചനത്തെ, ചൈതന്യം നൽകുന്ന വചനത്തെ, കൂടെയിരിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.